സഹകാരിയുടെ എൻട്രി എങ്ങനെയായിരുന്നു? അതെ, സാറിൻ്റെ ഒരു യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് കുറച്ച് അവൈലബിൾ ആയിരുന്നല്ലോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഡയറിയുടെ ക്ലാസ് കേൾക്കുകയാണ്. അപ്പോഴാണ് ഞാനിതിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. വീട്ടിലെ കാര്യം, മോൻ്റെ കാര്യം, ഇതൊക്കെ വരുമ്പോൾ തന്നെ നമ്മളും ബിസി ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അതിനിത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സസ്. ഒരു നെക്സ്റ്റ് ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് എത്ര ലെവലിലുണ്ട്? നെക്സ്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യും. ഏത് എക്സാം വന്നാലും നോക്കിയിരിക്കുന്ന കോൺഫിഡൻസ് അത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ആണ് നമുക്കിപ്പോൾ സഹകാരി എന്നൊരാൾ ഇറങ്ങുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് അതാണ്. ഈ ഏത് എക്സാം വന്നാലും നമുക്ക് അത് പിടിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് പഠിക്കാൻ തോന്നും. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് ആ ഒരു സമയത്ത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ വിജയഗാഥകൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 4ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള പ്രിൻസിയാണ്. പ്രിൻസി, എനിക്ക് തോന്നുന്നു നമ്മളെ ഏത് ബാച്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ മെയ് ബാച്ച്. നമുക്ക് ഒരു ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതെ അതെ. ബാക്ക്ഗ്രൗണ്ട് എന്താ പ്രിൻസിയുടെ? ബയോടെക്നോളജിയാണ്. അതായത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല. ആ സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ, ഫാമിലി ഉള്ളത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ റിസൈൻ ചെയ്ത് വന്ന ടൈമിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇനി നാട്ടിൽ തന്നെ അവിടെ നിന്ന് പോകുന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ട നോട്ടിഫിക്കേഷൻ ആണ് ഇത്. പിന്നെ ഞങ്ങളുടെ ബയോടെക്നോളജിയിൽ PSC കോൾ ഫോർ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ കിട്ടുന്നതിന് അപ്ലൈ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഫീൽഡ് തന്നെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബിഗിനിങ് എങ്ങനെയായിരുന്നു പ്രിൻസി? ഫസ്റ്റ് ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കിയിരുന്നില്ല എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്ന് സിലബസ് കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു മെയിലൊക്കെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യമായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ക്ലാസ്സസ് കേൾക്കാനാണ് തുടങ്ങിയത്. ഡയറിയൊക്കെ എത്രത്തോളം ഉണ്ട്, ഇത് എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം. കാരണം ഒരുപാട് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരുവെച്ചാൽ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്കതിൽ ബേസിക്സ് ഇല്ല. അപ്പം ഞാൻ ആ വെക്കേഷൻ ടൈമിൽ തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജൂൺ ആ സമയമായപ്പോൾ ഇങ്ങോട്ടേക്ക് മോന് ക്ലാസ് തുടങ്ങി. അപ്പം പകൽ അങ്ങനെ അവൻ ഉണ്ടാവില്ല. ഞാൻ പറയാൻ മറന്നുപോയി, മംഗലാപുരത്താണ് താമസം, മാംഗ്ലൂരു. അപ്പോൾ പകല് കുറച്ചു നേരം അവൻ പോവും. അപ്പൊ അവനില്ലാത്ത സമയങ്ങളിൽ കുറച്ചു നേരം നോക്കും, ക്ലാസ്സസ് ഒക്കെ കാണും. അങ്ങനെ മെല്ലെ മെല്ലെയാണ് പഠിച്ചു തുടങ്ങിയത്. വന്നത് അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഇരുന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തുടക്കത്തിലേക്കൊന്ന് വേറെ 1-2 സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സഹകാരിയുടെ എൻട്രി എങ്ങനെയായിരുന്നു? അതെ, സാറിൻ്റെ ഒരു യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് കുറച്ച് അവൈലബിൾ ആയിരുന്നല്ലോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഡയറിയുടെ ക്ലാസ് കേൾക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. ആദ്യം വെബിനാർ മീറ്റിംഗിൽ പങ്കെടുത്തു. ആദ്യത്തെ ഒരു വെബിനാർ മീറ്റിംഗിൽ അത് ആദ്യത്തെ ഒന്നും ആയിരുന്നില്ല സാറിന്റെ. നമുക്കത് എൻട്രി വെബിനാർ വഴി മാത്രം. അതെ. അപ്പൊ ആ ഒരു ബാച്ചിൽ ഞാനും ഒരു പ്രാവശ്യത്തെ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ആദ്യത്തെ ഫസ്റ്റ് 2 പ്രാവശ്യമായിട്ടായിരുന്നു അത് കോഴ്സ് ഫീ. അങ്ങനെ അപ്പൊ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം കൊടുത്ത് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏതൊരു സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്കും എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് സഹകാരി വന്നതിന് ശേഷം ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ക്ലാസ്സസ് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഫോക്കസ് വേണമായിരുന്നു. കാരണം എനിക്ക് ഇവിടെ കുറേ ഡിസ്ട്രാക്ഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. എത്രയായാലും ആ ക്ലാസ് കേൾക്കുമ്പോൾ ഓക്കെ പഠിക്കണം, ഇന്ന് ഇത് എടുത്തു എന്നൊരു ഇത് വരും. നമ്മൾ എപ്പോഴും ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് പഠിക്കാൻ തോന്നും. അപ്പൊ അതാണ് മെയിനായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് ആ ഒരു സമയത്ത്. കാരണം എനിക്ക് ഒരു എപ്പോഴും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേഷൻ നിൽക്കുന്ന ഒരാളല്ല. അല്ലാന്ന് വെച്ചാല് അല്ലാന്ന് ഇങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതെ, പക്ഷെ എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. കാരണം എനിക്ക് ഫാമിലി ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പാരന്റ്സ് ഹെൽപ്പിന് അങ്ങനെ ആരും ഇല്ല. അപ്പൊ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ആള് ബാങ്കിലായതുകൊണ്ട് ആളും പൊതുവെ ബിസി ആയിരിക്കും. അപ്പം വീട്ടിലെ കാര്യം, മോന്റെ കാര്യം, ഇതൊക്കെ വരുമ്പോ തന്നെ നമ്മളും ബിസി ആവും. അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാന്നുള്ളത് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അതിനിത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ കോഴ്സിൽ വരുമ്പോഴത്തേക്കും
നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ പഠിച്ചു പോകണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഡെഡ് ലൈൻസ് ഉണ്ട്, എല്ലാ കാര്യത്തിലും ഡെഡ് ലൈൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഡെഡ് ലൈൻ ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു? ഡെഡ് ലൈൻ മീറ്റ് ചെയ്യും, അതുപോലെ പരീക്ഷ ഞാൻ അറ്റൻഡ് ചെയ്യും. പക്ഷെ സാറിനെ അറ്റൻഡ് ചെയ്തതിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ 10 റാങ്കിലൊന്നും ഞാൻ പെട്ടിട്ടേ ഉണ്ടാവില്ല ഒരിക്കലും. ഞാൻ വല്ല സെക്കൻഡ് പേജിലോ തേർഡ് പേജിലോ ഒക്കെ, കാരണം എനിക്കത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അത്രയും പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടാവും. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയി. അപ്പൊ എനിക്ക് ആദ്യത്തെ റാങ്കുകൾ കാണുമ്പോൾ തോന്നും, പക്ഷെ ഞാൻ പുറകിലാണല്ലോ തോന്നും. എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് വേറെ അറ്റൻഡ് ചെയ്തില്ലേ പിന്നെ കിട്ടത്തില്ല എന്നുള്ള പ്രശ്നമാണ്. അതെ അതെ അതെ, ആ ഒരു ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റില്ല. അത് വേറെ ഒന്നുമല്ല ചെയ്യിക്കുന്നത്, നിങ്ങൾ മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, നമുക്ക് ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റില്ലായിരിക്കും, പക്ഷെ മേക്ക് ഷുവർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോയി എന്ന് എല്ലാ ദിവസവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് പ്രിൻസി, നമുക്ക് മെന്റർ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് നമുക്ക് ഇതിൻ്റെ വിജയത്തിൽ ഏറ്റവും വലിയ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്ന 2-3 ടീംസ് ഉണ്ടെന്ന്, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ 2 നമ്മുടെ റിസർച്ച് കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത റിസർച്ച് ടീംസ്, പിന്നെ 3ാമത്തെ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ മിഥുൻ, ഡോക്ടർ മിഥുൻ, അദ്ദേഹമാണ് നമ്മുടെ കോഴ്സ് ഡയറക്ടർ ആയിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? മിഥുൻ സാറിന് ഞാൻ ലാസ്റ്റത്തേക്കാണ് സാറിനായിട്ടുള്ള ഇന്ററാക്ഷൻ വരുന്നത്. മെയിനായിട്ട് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആ സമയത്താണ്. അതിന് മുന്നേ ഒക്കെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അങ്ങനെ നോട്ടീസ് ചെയ്യപ്പെടണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. കറക്റ്റ്. അതായത് ചോദിച്ചാലൊന്നും അങ്ങനെ റെസ്പോണ്ട് വെച്ചാൽ എനിക്ക് എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമുക്കത് ചെയ്യാനുള്ള പറ്റും, സ്കില്ലുണ്ട്, പക്ഷെ നമ്മൾ മാർക്ക് ആകുന്നില്ല എന്നൊരു ഫീൽ. അല്ല, പിന്നെ എനിക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഒപ്പം ആ പോയിന്റ് ഓഫ് ടൈമിൽ അവരുടെ ഒപ്പം ആയിരിക്കില്ല ഞാൻ. അപ്പൊ ലാസ്റ്റ് എൻ്റെ അടുത്തും മിഥുനാണ് പറയുന്നത്, സാഹേ ഇത്ര പേര് വന്നിട്ട് ഉണ്ട്, അപ്പൊ ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തില്. അപ്പം നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക് ചെന്ന് ഒരു അവസ്ഥ എന്തായിരുന്നു? എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എക്സാം ഹാളിലുള്ള പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എക്സാം ഹാളിൽ എനിക്ക് ഇരിക്കുമ്പോൾ പൊതുവെ ഞാൻ കാമായിട്ടുള്ള ഒരാളാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് എഫേർട്ട് എടുത്ത് കാമാവും. കാരണം ആ ടൈമിൽ വെറുതെ പാനിക്കായിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പോകെയാണ് നമുക്ക് ഇത് തീരൂല എന്നുള്ള പോയിന്റ് മനസ്സിലായി തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ പിന്നെ സമയമില്ലല്ലോ, 1.5 മണിക്കൂറുകൾ. അപ്പൊ പേടിക്കാനുള്ള സമയം പോലും ഇല്ല ഇതിന്റെ അകത്ത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. എനിക്കറിയില്ല എല്ലാവരുടെയും. അപ്പൊ ഞാനിത് എങ്ങനെയെങ്കിലും അതിന്റെ എൻഡ് വരെ എത്തിക്കുക. അപ്പം അധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓൾമോസ്റ്റ് വരുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും അറ്റംപ്റ്റ് ചെയ്യുന്നത് ഞാൻ റീഡ് ചെയ്യാനേ പോയിട്ടില്ല. ജസ്റ്റ് ജമ്പ് ചെയ്ത് അവസാനം വരെ എത്തി. പിന്നെ സെക്കൻഡ് റൗണ്ടിലാണ്. അതും വല്ലാണ്ട് കിട്ടില്ല എന്ന് തോന്നിയത്. ഞാൻ വിട്ടേ കളഞ്ഞ് ടൈം എടുത്തില്ല ഞാൻ അതിന്. അങ്ങനെയാണ് എക്സാം എഴുതിയത്. റിസ്ക് കുറച്ചൊക്കെ എടുത്തു. എന്ന് വെച്ചാല് വല്ലാണ്ട് കറക്കി കുത്തിയില്ല. നെഗറ്റീവ് മാർക്കിങ്ങും പ്രശ്നമാണല്ലോ. ഒരുവിധം എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നതിനെ കുത്തിയിട്ടുള്ളൂ. അതായത് ഒരു 60% എങ്കിലും കോൺഫിഡൻസ് ഉള്ളതേ കുത്തിയിട്ടുള്ളൂ. പരീക്ഷ കഴിഞ്ഞിട്ട് ഇതായിരുന്നു ഭയങ്കര ടെൻഷൻ. വീട്ടിലെത്തിയിട്ട് എല്ലാരും ചോദിക്കുമ്പോഴും അപ്പൊ ഞാൻ ആദ്യം ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പൊ അല്ല പോയിന്നല്ല, ഞാൻ ഭയങ്കര ടഫായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കും, ആള് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഭയങ്കര ടു ദ പോയിന്റ് ജഡ്ജ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ കറക്കി കുത്തിയോ ഒരുപാട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കിങ്ങനെ കുറച്ച് തോന്നിയതൊക്കെ ഞാൻ കുത്തി. അപ്പൊ എന്നോട് ടഫായിരുന്നെങ്കിൽ അത്രയും ചെയ്യേണ്ടിയിരുന്നില്ല, നെഗറ്റീവ് കൂടില്ലേ എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പിന്നെ പാരന്റ്സ് അല്ലേ ഇത്, അവർക്ക് ഇപ്പൊ ഒന്നും അത്ര ഇതറിയില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം ഞാൻ ഫോണേ നോക്കിയിട്ടില്ല. പിന്നെയാണ് സാറ് മെസ്സേജ് ചെയ്യുന്നത്, മിഥുൻ സാറ് ഇങ്ങനെ മാർക്ക് ഒന്ന് കൂട്ടി പറയുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടഫായിരുന്നു. സാറും പറഞ്ഞു എല്ലാവർക്കും ടഫാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ടഫ് ആവണം. ടഫ് ആയാൽ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ വെയിറ്റേജ് കിട്ടത്തുള്ളൂ. പാടായി കഴിഞ്ഞാൽ സൈഡിൽ കിടക്കുന്ന ആൾക്കാരും കയറി വരാൻ സാധ്യതയുണ്ട്. കട്ട് ഓഫ് അതിനനുസരിച്ച് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കുറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് എപ്പോഴും ആ ഒരു റിയാലിറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനുശേഷം എന്തായിരുന്നു? അപ്പം മിഥുൻ സാർ പറഞ്ഞ് ആ ഒരു തരത്തിലാണ് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ മാർക്ക് 55 അബവ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, നല്ല സ്കോറാണ്, എല്ലാവർക്കും അത്രയൊക്കെ കിട്ടിയവരിൽ ഇപ്പം അത്രയൊക്കെ അറിയുന്നുള്ളൂ. ഒരു 75+ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ മാക്സിമം. അപ്പം ഞാനും ഒരു 80 അടുപ്പിച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കുറച്ചൊരു ആശ്വാസമായി. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നല്ലോ ഇതിന് വരാനായിട്ട്. ഒരു ഓവറോൾ ഒരു ജേണി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇനി
ഒരു നെക്സ്റ്റ് ഒരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് എത്ര ലെവലിലുണ്ട് പ്രിൻസി? അതെ, നെക്സ്റ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യും. ഏത് എക്സാം വന്നാലും നോക്കിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് അത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ആണ് നമുക്കിപ്പോൾ സഹകാരിയിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് അതാണ്. ഈ ഏത് എക്സാം വന്നാലും നമുക്ക് അത് പിടിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എസ്പെഷ്യലി പ്രിൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു നിലവിലുണ്ടായിരുന്ന ജോലി കുറച്ച് കൺസ്ട്രെയിൻസ് മൂലം ഉപേക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലിയിൽ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ നമ്മുടെ അമ്മയോ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് 10 മടങ്ങ് കൂടുതലാണ് അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങളും ബാക്കി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ മടിച്ച് നിൽക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് മെസ്സേജാണ് പ്രിൻസി കൊടുക്കാനുള്ളത്? അവർക്ക് എനിക്കായിട്ട് ആരും മെസ്സേജ് തന്നിട്ടൊന്നുമില്ല. എനിക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ്, വെറുതെ വീട്ടിലിരുന്നാൽ പോരാന്നുള്ള തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാം. കാരണം ഇപ്പം മോനുണ്ടെങ്കിലും ഞാൻ കാലത്ത് കുറച്ച് നേരത്തെ എണീക്കും, അപ്പോൾ ഇവൻ ഉറങ്ങുമായിരിക്കും. അതുപോലെ രാത്രി ഇവൻ കുറച്ച് നേരത്തെ ഉറങ്ങും, അപ്പോഴും ആ സമയം കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ടൈം കണ്ടുപിടിച്ചിട്ട് തന്നെയാണ്. അതുപോലെ ഇപ്പം കുറച്ച് എന്താ പറയുക, കൺസിസ്റ്റൻസി എന്നുള്ളതാണ് ലാസ്റ്റത്തേക്കൊക്കെ. ആദ്യമൊക്കെ കുറച്ചൊന്ന് സമയം കിട്ടും നമുക്ക്, പക്ഷെ പരീക്ഷയോട് അടുപ്പിച്ച് വരുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് സമയം കാരണം മറന്നു പോകും. നമ്മൾ ആദ്യം പഠിച്ചത് ലാസ്റ്റത്തേക്ക് ആകുമ്പോഴത്തേനും റിവൈസ് ചെയ്യാന്നുള്ളത്. അത് എനിക്ക് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴാണെങ്കിലും ഫോണിലാണല്ലോ, അപ്പം ട്രെയിനിലിരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ റിവൈസ് ചെയ്യാം. അപ്പം എവിടെയാണ് കുറച്ച് മറന്നിരിക്കുന്നത് ഒന്നും കൂടി. റിവേഴ്സ് റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവർക്ക് അത് കൊടുക്കുന്നൊരു മെത്തേഡാണ്. കാര്യം നമുക്ക് ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ കീറി മുറിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതായത് അതിനകത്ത് പിന്നെ ഒരു ചോദ്യങ്ങൾ മിസ്സാകാനുള്ള സാധ്യത കുറച്ചുകൊണ്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി മനസ്സിൽ ഉറപ്പിച്ച് പോകാന്നുള്ളത്. അതെ, അത് തന്നെയാണ് പരീക്ഷയ്ക്കും ഹെൽപ്പ് ചെയ്തത്. കാരണം പരീക്ഷ ഭയങ്കര ടഫായിരുന്നു. അപ്പം നമുക്ക് ഷുവർ ഷോട്ട് എന്ന് തോന്നുന്നു വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ ടോപ്പിക്സ് കുറെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലുള്ളതായിരിക്കും വരിക. അപ്പം മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക. ലാസ്റ്റത്തേക്ക് ഞാൻ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, പഴയത് തന്നെ പിന്നെ നോക്കി. അവസാനം ലാസ്റ്റ് ദിവസം പഠിക്കാതിരുന്നോ? ലാസ്റ്റ് ദിവസം പഠിച്ചില്ല എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ഇപ്പൊ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ഏരിയകൾ ഉണ്ടാവും, അത് നോക്കിയില്ല. കാരണം പിന്നെ കോൺഫിഡൻസ് പോയിട്ട് കാര്യമില്ല. അത് നമ്മളെപ്പോഴും ഇവരുടെ അടുത്ത് അവസാനം പ്രിപ്പറേഷൻ്റെ ഫൈനലായിട്ടുള്ള പെർഫോമൻസിന്റെ ഒരു കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ലൈവിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് 2 ദിവസം കഴിയുമെങ്കിൽ അവസാനത്തെ 2 ദിവസം പഠിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ടുള്ള സാധനം അത് പഠിച്ചില്ലല്ലോ എന്ന് നിലവിലുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് നോക്കി ഉറപ്പിച്ചാൽ കുഴപ്പമില്ല. അതെ, അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ കിട്ടാത്ത അല്ലെങ്കിൽ കുറച്ച് എനിക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ, അപ്പൊ ഞാൻ പിന്നെ അത് നോക്കി വേണ്ട തീരുമാനിക്കാനുള്ള മാനസികമായ ഒരു ഔന്നത്യം നമ്മൾ സൃഷ്ടിക്കുമ്പോഴത്തേക്ക് നമുക്ക് പകുതി ടെൻഷൻ അവിടെ കുറയും. അതിന് ചോദിക്കുന്ന ചോദ്യം എനിക്ക് വേണ്ട എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജിലേക്ക് ഉയരണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പ്രിൻസിയോടൊപ്പം ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും, ഫുഡ് സേഫ്റ്റി അടക്കമുള്ള എല്ലാ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ.